തിരിച്ച് പോവുകയാണ്. ഇവിടുത്തെ ലയങ്ങളാണ് നല്ല ഇങ്ങനെയും എല്ലാവരും കഴിയുന്ന ഇന്ത്യയിൽ മാത്രം കാണാൻ പറ്റുന്നതാണ്. ഒരു സൈഡിൽ മണിമാലകളുണ്ടെങ്കിൽ ഒരു സൈഡിൽ ഇങ്ങനെയുള്ള വീടുകൾ, ഒരു ടിപ്പിക്കൽ നമ്മുടെ സിനിമയിലെ കാണുന്ന പോലത്തെ എല്ലാവരും ജോലിക്ക് പോയി കാണും. ചില വീടുകൾ തുറന്നിട്ടിട്ടുണ്ട്, ചിലത് പൂട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇവിടുത്തെ തേയിലത്തോട്ടത്തിൽ പണിയെടുക്കുന്നവരാവും. എന്തായിരുന്നാലും എല്ലാവരും സന്തോഷമായിട്ട് കഴിയട്ടല്ലേ. ഹായ് നിലമ്പൂർ. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇന്നത്തെ വീഡിയോ കരിമ്പുഴ വൈൽഡ് ലൈഫ് സാങ്ച്വറി, കേരളത്തിൻ്റെ 18ാമത് വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ്. ചാലിയാർ പുഴയുടെ തീരത്തോട് ചേർന്ന് വളരെ മനോഹരമായ, ആരോ പറയുന്ന പോലെ എന്തായാലും നമ്മൾ ഇറങ്ങി തിരിച്ചു. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് കാണണ്ടേ. അടിപൊളിയാണ്. കാടിൻ്റെ സൗണ്ടും ആ ഒരു ആംബിയൻസും ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. വല്ലാത്തൊരു മഴയും കൂടെ പെയ്യുമ്പോഴേ അതിനുള്ള ആ ഒരു ആംബിയൻസ് വേറെയാണ്. എന്തായാലും നമുക്ക് ഇതിനകത്ത് എന്തൊക്കെയാണ് ഇതെല്ലാം നമുക്കൊന്ന് ചുറ്റിക്കറങ്ങി കണ്ടു കളയാം. പിന്നെ മഴയായത് കാരണം എങ്ങനെയാണ് ഫോട്ടോസ് എടുക്കാൻ പറ്റും എന്നൊന്നും അറിയത്തില്ല, എങ്കിലും നമുക്ക് നോക്കാം. പിന്നെ ആരോ പറഞ്ഞല്ലോ, എല്ലാവരും പ്രതീക്ഷയല്ലേ നമ്മൾ മുന്നോട്ട് പോകുന്നത്. ജീവിതമെന്ന് പറഞ്ഞാൽ പ്രതീക്ഷയും സ്വപ്നങ്ങളും അല്ലെങ്കിൽ നമ്മളൊക്കെ എന്താണ്, എല്ലാത്തിനും അതിൻ്റെ സമയമുണ്ട് ദാസ എന്ന് പറയുന്നതല്ല. ഇതൊക്കെയാണ് ഇവിടുത്തെ ഹൈലൈറ്റ്സ് കേട്ടോ. നെടുംകയം റെയിൻ ഫോറസ്റ്റ് ഇതിനകത്താണ്. പിന്നെ നെടുംകയം ബ്രിഡ്ജ് 1933 ബ്രിഡ്ജ്, വളരെ ഓൾഡസ്റ്റ് ആയിട്ടുള്ള ബ്രിഡ്ജ്. പിന്നെ ഡോസൺസ് ടോംബ് 1938. പിന്നെ സ്റ്റാച്ചു ഓഫ് നാത്തൻ ആൻഡ് കരിക്ക 2023 മഞ്ചേരി കോളനി. നെടുംകയം ഡിപ്പോ, പിന്നെ എലിഫൻറ്റ് കരാൾ 1935, ഇൻസ്പെക്ഷൻ ബംഗ്ലാവ്. ഇതൊക്കെയാണ് ഇതിനകത്തുള്ളത്, ഇതിൻ്റെ ഹൈലൈറ്റ്സ്. എങ്കിലും നമുക്കെന്ത് കാണാൻ കഴിയുമെന്ന് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാം. മഴ പെയ്യുന്നുണ്ട് ചെറുതായിട്ട്. ഇനിയിപ്പോൾ ഒരു ദിവസം കൂടെ ഉണ്ട് ഇവിടുത്തെ ടൂറ്. എന്തായിരുന്നാലും എന്നോടൊപ്പം എൻ്റെ വീഡിയോ കാണുന്നതിൽ ഒത്തിരി സന്തോഷം. ചിലപ്പം ദേഷ്യം വരും, എങ്കിലും നമ്മളെ ചില സ്ഥലങ്ങളിലും പല വീഡിയോസും കണ്ടാണ് നമ്മളിങ്ങനെയൊക്കെ ഇറങ്ങുന്നത്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മളെ വീഡിയോ നമ്മൾ കാണുമ്പോൾ അതിനെക്കാട്ടി വലിയ സന്തോഷമാണ്. അതുകൊണ്ട് നമ്മളിതുപോലെയുള്ള പരിപാടികളെല്ലാം തുടങ്ങുന്നത് ഒരിക്കലും മടി വിചാരിക്കരുത്, മുന്നോട്ട് പോകണം.
ഇവിടം വരെ നമ്മുടെ 2 കിലോമീറ്റർ മാത്രമേ നമുക്ക് വരാൻ കഴിയുള്ളൂ. KSRTC ബഡ്ജറ്റ് ടൂറിസം, മൺസൂൺ നേച്ചർ ക്യാമ്പ്, നെടുങ്കയം റെയിൻ ഫോറസ്റ്റ്. KSRTC എനിക്ക് തോന്നുന്നത് വേൾഡ് നേച്ചർ കൺസർവേഷൻ ഡേയുടെ സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റിൻ്റെ SPCയുടെ അവരുടെ ടൂറായിരിക്കാം. എന്തായിരുന്നാലും ആ കുട്ടികൾക്കും ഇവിടുത്തെ ഓരോ അറ്റ്മോസ്ഫിയറും കാണാൻ കഴിയുന്നില്ലേ, അത് തന്നെയാണ് വലിയ സന്തോഷം. ഭയങ്കര ഒരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ. ഈ കാടിനകത്തൂടെയൊക്കെ ഇങ്ങനെ അവർ പറഞ്ഞു വാഹനത്തിലല്ല നമുക്ക് നടക്കാനൊന്നും പറ്റത്തില്ല ഇടയ്ക്ക്. അപ്പോൾ വാഹനങ്ങളിൽ തന്നെ വരണം. വാഹനം ഇല്ലാത്തവർക്ക് ഓൾട്ടർനേറ്റീവായിട്ട് നമുക്ക് എവിടെ നിന്നെങ്കിലും വാഹനം റെൻ്റിനെടുക്കാം. പിന്നെ ഭയങ്കരമായിട്ട് ഇതല്ല എങ്കിൽ പോലും ഒരു കാടും എല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും. ഒരു മനസ്സിനൊക്കെ ഭയങ്കര ഒരു ശരിക്കും പറഞ്ഞാൽ എന്ത് സംസാരിക്കണമെന്ന് പറഞ്ഞാൽ വരുന്നില്ല. അത്രയ്ക്കൊരു വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. കാരണം ഈ കാട്ടിൽ നമ്മൾ മഴ പെയ്യുമ്പോഴാണ് ശരിക്കും കാടിൻ്റെ സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത്. ഇവിടെ വണ്ടി അവിടെ വരെ വിടില്ല, എന്നെ കുറച്ച് കൂടി നടന്നു പാലം നിന്ന് നടക്കും. ഞങ്ങൾ കഴിച്ചോളാം, അത് കുഴപ്പമില്ല. അയാളുടെ അയ്യോ ഞാൻ വീടിൻ്റെ ചാവി എടുത്തിട്ടില്ല. ഇവിടം വരെ ഉള്ളൂ. ഇത് കഴിഞ്ഞ് പിന്നെ നോ എൻട്രി ആണ്. ടൈഗേഴ്സിൻ്റെ എല്ലാം ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്. മേ ബി ടൈഗർ റിസർവ് ടൈഗേഴ്സ് ഉണ്ടാവാം. എന്തായിരുന്നാലും വളരെ ബ്യൂട്ടിഫുൾ പ്ലേസ്. ഇവിടെ തന്നെയാണ് ഡോസൻ സാറിൻ്റെ സ്മാരകം. എനിവേ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഇപ്പോഴും പ്രിസർവ് ചെയ്യുന്നല്ലോ അതൊക്കെ തന്നെ വലിയ 18 കിലോമീറ്റർ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ ചോല നായ്ക്കർ അവരുടെ അങ്ങോട്ടുള്ള സെറ്റിൽമെൻറ്റ് ഏരിയയിലോട്ടുള്ള വഴിയാണ്. സ്കൂൾ കുട്ടികൾ എത്തിക്കഴിഞ്ഞു. എന്തായാലും ഇവിടം വരെ വന്നിട്ട് ഒരു ആനയെ കാണാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. ഇതിൽ കാണാൻ പറ്റുമോ എന്നറിയത്തില്ല, എങ്കിലും നമുക്ക് ക്യാമറയിലെടുക്കാം. കരിമ്പുഴ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ ബേർഡ്സിൻ്റെ ഫോട്ടോഗ്രാഫിയാണ് എടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഇനിഷ്യലി ആ ബ്രിഡ്ജ് കഴിഞ്ഞ് വരുന്ന ആ വഴിയിൽ കയറി വരുമ്പം തന്നെ വാഹനം മറ്റുള്ള വാഹനങ്ങൾക്ക് തടസ്സമില്ലാത്ത രീതിയിൽ ഇട്ടിട്ട് ഈ ഭാഗങ്ങളിൽ ഒത്തിരി ബേർഡ്സ്, 2-3 വെറൈറ്റി ഓഫ് ബേർഡ്സ്. ഞാൻ എല്ലാത്തിനും ഡീറ്റെയിൽസ് ഇടാം. ഈ സാധനം ഇതിനകത്തുണ്ട്.
തിരിച്ച് പോവാണ്. എന്തായാലും വീഡിയോ എൻജോയ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ എല്ലാം വിലയേറിയ അഭിപ്രായങ്ങളും പ്രോത്സാഹനങ്ങളുമാണ് ഇനിയും ഇങ്ങനെയുള്ള നല്ല നല്ല വീഡിയോകൾ ചെയ്യാൻ എനിക്കുള്ള പ്രചോദനം. താങ്ക് യു സോ മച്ച്. ായിട്ടുള്ള സ്ഥലങ്ങളാണ്. ഇനി ഞങ്ങൾ ആട്യൻപാറ വാട്ടർഫാൾ പോകുന്ന വഴിയാണ്. ഇതും കൂടെ കണ്ടിട്ട് ഈവനിങ് ട്രെയിനിൽ തിരിക്കാനാണ് പ്ലാൻ. എന്തായാലും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് എന്നും വേണം. പിന്നെ ഇങ്ങനെയുള്ള വീഡിയോസ് ആയിരുന്നാലും ഫോട്ടോസ് ആയിരുന്നാലും നിങ്ങളും ഇറങ്ങണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ. കാരണം വീഡിയോസിൻ്റെ കൂടെ നല്ല നല്ല ഫോട്ടോസ് എടുക്കുമ്പോഴല്ലേ നമുക്ക് അതിനെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടത്തുള്ളൂ. ആട്യൻപാറ വെള്ളച്ചാട്ടം. എവിടെ മഴ പെയ്താലും എത്ര വലിയ ടൂറിസ്റ്റ് പോയിൻ്റ് ആയിരുന്നാലും വിനോദസഞ്ചാരികളെ കുറഞ്ഞ് ഒരു കുറവുമില്ല. എല്ലാവരും എൻജോയ് ചെയ്യാൻ വന്നതാണ്. സ്ലിപ്പായി കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം അത് കൊള്ളാം കേട്ടോ. എന്തായാലും ഈ ഫോട്ടോസും വീഡിയോസും എല്ലാം അപ്ലോഡ് ചെയ്യുന്നതാണ് നിങ്ങളുടെ എല്ലാം ആരോ പറയുന്നല്ലേ, നിങ്ങൾ ഇതുപോലെയൊക്കെ ഇറങ്ങണമപ്പം. സത്യം, ഒരു ജീവിതമേ ഉള്ളൂ. പിന്നെ എന്തുകൊണ്ട് നമുക്ക് എന്തും ചെയ്തുകൂടാ? ഒരു ജീവിതം. നമ്മളാരും ഉപദ്രവിക്കുന്നില്ല. നമ്മുടെ എൻജോയ്മെൻറ്റ് കൂടെ ഉള്ളവർ, നമ്മളെ സന്തോഷം, നമ്മളെത്ര സന്തോഷിക്കുന്നു നമ്മളെ കൂടെ ഉള്ളവർ സന്തോഷത്തോടെ ഇരിക്കും. അതുപോലെ നമുക്ക് നമ്മളെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം, നമ്മൾ ഇന്ന് ഒരു നല്ല കാര്യങ്ങൾ, ഇങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ അവർ പഠിച്ച് തന്നെ അവർ വളരുകയും വേണം. ഭയങ്കര മഴ, ശരിക്കും എന്താ പറയുക, ഒന്നും പറയാൻ വയ്യ. വാട്ട് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. എന്തായാലും നിങ്ങളുടെയൊക്കെ വിലയേറിയ നിമിഷങ്ങളാണ് നിങ്ങൾ കാണാൻ ചിലവാക്കുന്നത്. അതുപോലെ ഫോട്ടോസും വീഡിയോസും എല്ലാം ഇങ്ങനെയുള്ള നല്ല നല്ല വീഡിയോസ് ഇനിയും അപ്ലോഡ് ചെയ്യണമെന്നുണ്ട്. എന്ത് ഡിസൈനായിട്ട് അവർ ചെയ്തിരിക്കുക, സൂപ്പർ. ആ കാട്ടിൻ്റെ ആ സൗണ്ടും വാട്ടർഫോളിൻ്റെ സൗണ്ടും, എന്താ ബ്യൂട്ടിഫുൾ പ്ലേസ്. ശരിക്കും എത്ര കണ്ടാലും മതി വരില്ല കേട്ടോ. നമ്മുടെ കേരള ഈസ് ദ ബെസ്റ്റ്. വെദർ യു വെൻറ്റ് എനി സൈഡ്, എനി കൺട്രി, കേരളത്തിനുള്ള ഒന്നുമില്ലപ്പാ. സത്യം, നമ്മുടെ ആര് പറയാ, ഒത്തിരി പ്ലേസ് നമ്മുടെ നേറ്റീവായിട്ടുള്ള ആൾക്കാർ കാണാറില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ നമ്മൾ ആട്യൻപാറ വാട്ടർഫാൾ ഇതോടുകൂടി വൈൻഡ് അപ്പ് ആണ് ഇന്നത്തെ പ്രോഗ്രാം. എന്തായാലും നിങ്ങളുടെയൊക്കെ പ്രോത്സാഹനവും ആരോ പറയുന്ന പോലെ ഷെയർ ചെയ്യുന്ന നമ്മുടെ അങ്ങോട്ടുള്ള ഓരോ ചാനലിൻ്റെയും നിലനിൽപ്പ്, നിങ്ങളെല്ലാം ഫുൾ സപ്പോർട്ട് വേണം.